അച്ഛയ, എന്റെ മോതിരം മോഷ്ടിച്ചോടല്ലേ നിൽക്കുന്നത്? ഇവക്കെന്താ ഇവിടെ കാര്യം? നീ വാ. ആ, കൗണ്ടറിൽ കൊടുത്തേക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. കുറച്ചു നാളായല്ലോ ചാക്കോച്ചിനെ കണ്ടിട്ട്. പ്രഷറെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാമെന്ന് കരുതി. ആ റിസപ്ഷൻ ഇരിക്കുന്ന പുതിയ കുട്ടി ഏതാ? അതോ? മായാദേവി എന്നാ പേര്. നല്ല കുട്ടിയാ. നല്ല കുട്ടി. അവളെ ഈ ഹോസ്പിറ്റലിൽ ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് വേഗം പറഞ്ഞു വിടുന്നതാ നല്ലത്. അതെന്താ? എന്താണെന്നോ പറഞ്ഞു കൊടുക്കു റോസി. ഹലോ, യെസ് ഡോക്ടർ. മായെ, ഡോക്ടർ റേച്ചനെ വിളിക്കുന്നു. എന്താ ഡോക്ടർ? ആ, മായ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, മാനേജർ അടുത്തുനിന്ന് ഈ മാസം ശമ്പളം വാങ്ങിച്ചോളൂ. നാളെ മുതൽ മായ ഇവിടെ ജോലിക്ക് വരണമെന്നില്ല. ഡോക്ടർ, തന്തിയും തള്ളിയില്ലാത്ത ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോവാനാ എന്റെ കർത്താവേ? അമ്മുമ്മേ, കരയണ്ട അമ്മുമ്മേ. ചേർത്ത് വിഷമിക്കാതിരിക്കും, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്താ ചേട്ടത്തി? ഇവന്റെ അമ്മ സുഖമില്ലാതെ കിടന്നിരുന്നപ്പോ ഈ പുരയിടം മണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് ലോൺ എടുത്തിരുന്നു. ഒരാഴ്ചക്കകം കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. ഇത്രയും കാശ് ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? ഒരാഴ്ച കഴിയുമ്പോ നമ്മളൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അമ്മുമ്മ, നമുക്ക് ഈ വീട് വിട്ട് എങ്ങും പോവണ്ട. പോകാതെ വേറെ വഴിയില്ല മോനെ. ചേച്ചി, അവരെ ഒന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിടണ്ടെന്ന് അവരോട് പറയാ ചേച്ചി. ഞാൻ ഇവിടെ നിന്ന് പോവില്ല, പോവില്ല. ചേട്ടത്തി ഇതുവരെ കിടന്നില്ലേ? എങ്ങനെ ഉറക്കം വരാനാ മോളെ? ചേട്ടത്തി വിഷമിക്കാതിരിക്കെ, നമുക്ക് എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്രയും വലിയ തുക നമ്മൾ എവിടുന്ന് ഉണ്ടാക്കും മോളെ? ഒക്കെ ഉണ്ടാവും ചേട്ടത്തി, കിടന്നുറങ്ങിക്കോ. ഗോപി, ഗോപി. ഗോപി രാവിലെ പുറത്തേക്ക് പോയല്ലോ. മായിരിക്കും. ജപ്തി നോട്ടീസ് വന്ന കാര്യം ഗോപിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ അവനതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും മറിയ ചേട്ടത്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ചേട്ടത്തിക്ക് വേറെ ആരാ ഉള്ളത്? സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്ര പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമോ? 1,500 രൂപയൊക്കെ ആണെങ്കിൽ ഞാൻ ബസ്സിൽ കയറി നിഷ്പ്രയാസം ഉണ്ടാക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നേരായ മാർഗത്തിൽ ഏതായാലും ഒന്നും നടക്കാൻ പോണില്ല. വലിയ എമൗണ്ട് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും കളി കളിക്കണം. അതിനൊക്കെ മായ വലിയ എതിരല്ലേ. ഇക്കാര്യത്തിൽ എന്നെ കൊണ്ടാവുന്ന സഹായമൊക്കെ ഞാനും ചെയ്യാം. മായക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിക്കാം. എങ്കിൽ ഞാനൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം. ഇട്ടിമത്തായിയുടെ മോൻ നാളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മോളെ സാറാമേ, സക്കറിയ വന്നടേ. ഓ, കസ്റ്റംസുകാരുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റ പാട്. അച്ഛനെ ഞാൻ പറഞ്ഞെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം ഉണ്ടടി. ഇനി തിരിച്ചു പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. 10-20 ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. സീരിയസ് ആകൂ. ലേഡീസ് ഫസ്റ്റ്. വേഗം ഇതെല്ലാം കൊണ്ട് സേഫിൽ വെക്കേ. ഞങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും കൂടുതൽ സേഫ്. ആരും മനങ്ങി പോരുത്.
എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഡ്യൂട്ടി അടയ്ക്കാതെ അനധികൃതമായി പല സാധനങ്ങളും കടത്തിയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് അറിയില്ലേ മിസ്റ്റർ? സാർ ചതിക്കരുത്. ചതിക്കും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്കൂ, നിങ്ങൾ ചെയ്ത കുറ്റം രാജ്യദ്രോഹമാണ്. അതിന് എത്ര വർഷത്തെ ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? പോക്കറ്റടിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും. എന്റെ മോനെ ഒന്നും ചെയ്യരുതേ മോളെ. ഞാൻ മോളുടെ കാല് പിടിക്കാം. വേണ്ട, അതൊന്നും വേണ്ട. നോ സെന്റിമെന്റ്സ്. പെട്ടികളെല്ലാം പരിശോധിക്കണം. അത് വേണോ മാഡം? ഈ അമ്മയുടെ വിഷമെങ്കിലും നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ? താനിങ്ങോട്ട് വന്നേ. മാഡത്തിനെ കൊണ്ട് കേസ് ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. താൻ കസ്റ്റംസിന്റെ വോളിബോൾ ടീമിലേക്ക് ഒരു ഡൊണേഷൻ കൊടുത്തേക്ക്. എത്ര വേണം? ഒരു 10,000 രൂപ കൊടുക്കൂ. ദേ, പിന്നെ കൈക്കൂലിയാണെന്ന കാര്യം മാഡം തെറ്റിദ്ധരിക്കരുത്. വോളിബോൾ ടീമിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞോളാം. ശരി. നടക്ക്. എന്താ ഇത്? ഇദ്ദേഹം ഒരു വോളിബോൾ പ്രേമനാണ്. നമ്മുടെ സ്പോർട്സ് ഫണ്ടിലേക്ക് ഒരു ചെറിയ സംഭാവന വാങ്ങിച്ചോ മാഡം? കൊള്ളാം. നീതി പാലിക്കേണ്ട നിയമപാലകർ തന്നെ കൈക്കൂലി വാങ്ങുന്നു. നിങ്ങളെക്കുറിച്ച് കുറെ നാളുകളായി പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൈയോടെ പിടികൂടാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അത് ഡൊണേഷനാണ് സർ. ഷട്ടപ്പ്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അറിയില്ലേ? മേലിൽ ഇത് ആവർത്തിക്കരുത്. നിങ്ങൾ രണ്ടുപേരും വണ്ടി കയറ്. ഇനിയും വിളിപ്പിക്കുമ്പോ വരേണ്ടി വരും. എടാ, നീ കാണിച്ചതേ ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി. ഞങ്ങൾ ഈ പാട് മുഴുവനും കഴിച്ചത് മറിയച്ചേട്ടത്തിക്ക് വേണ്ടിയാ. പിന്നെ അവിടെ ഒന്നും ഞങ്ങളെ പറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മറിയ ചേട്ടത്തിക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ അറിയണ്ടേ? ദേ, ഇങ്ങനെ പരസ്പരം പാരവെക്കുന്ന പണിയൊന്നും ചെയ്യരുത്. പാര വെച്ചതൊന്നുമല്ല. നിങ്ങൾ എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഒരു കളി കളിച്ചപ്പോൾ ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. നിങ്ങൾ കസ്റ്റംസുകാരുടെ വേഷത്തിൽ കാറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത്. എന്നാലും മായാദേവി ഇക്കാര്യത്തിൽ ഇത്ര സ്മാർട്ടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഗോപി എന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടേണ്ടി വരും. പക്ഷെ ഞാൻ ഈ വേഷം കെട്ടിയത് മറിയച്ചേട്ടത്തെ സഹായിക്കാൻ വേണ്ടിയാ. സോറി, ഇനി മേലിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ആ കാശിങ് തരികയാണെങ്കിൽ മറിയച്ചേടത്തിയുടെ ബാങ്കിലെ കടം തീർക്കാമായിരുന്നു. ബാങ്കിൽ പോയി പണം അടച്ച് അതിന്റെ റെസീറ്റ് മറിയച്ചേടത്തിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.